അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചു. പിന്നെ പൂരിയാണ് കേട്ടോ ഒന്ന് കടി. അപ്പോൾ പൂരിക്കൊക്കെ കുഴച്ച് ഉരുളയാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ചൂടാൻ ഞാൻ വെണ്ണൂറൊക്കെ ഒന്ന് വാരിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അടുപ്പിൽ വെണ്ണൂറൊക്കെ വാരിയിട്ടും വീതൻ്റെ ചുവട്ടിൽ വെക്കുമ്പോൾ വിറകൊന്നുമില്ല ഇനി. അപ്പോൾ വിറകൊക്കെ നമ്മൾ മേലെ പോയി കൊണ്ടുവന്നു. അപ്പോൾ ഈ മട്ടൽ ചീന്തിയിട്ടിട്ട് കുറേ അതിന് മയും വെയിലും കൊണ്ട് അങ്ങനെ നിന്ന് ഏതായാലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെയിലുണ്ടായതുകൊണ്ട് മട്ടലൊക്കെ നല്ല ഉണങ്ങിക്കണം കേട്ടോ. മയും വെയിലും കൊണ്ടൊക്കെ ഏതായാലും നല്ല ഉസാറായിട്ട് ഇങ്ങോട്ട് ഉണങ്ങി കിട്ടിക്കണം. അപ്പോൾ ഇന്നാൾ വെയിലറച്ചപ്പോൾ ഒക്കെ പാടെ വാരി കൂട്ടിക്കാണ്ട് ഞാൻ വറകട്ടിമൊക്കെ ഇട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെയും മഴ കൊണ്ട് കാണ്ട് പിന്നെ അതാവും. അങ്ങനെയാണ് അത് ഉണക്കിയെടുത്തുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ ചുള്ളിക്കൊമ്പൊക്കെ ആദ്യം വെച്ചു. എന്നിട്ട് പിന്നെ വലിയ കൊള്ളികൾ വലിയ പറഞ്ഞാൽ ഒരിടത്തരം വലുപ്പമല്ലൊക്കെ വെച്ചു. ഇനി നമുക്ക് തിരിച്ച് പൊടിപ്പിച്ചാട്ടോ. അപ്പോൾ പൂരിപ്പം നമ്മൾ ചുടുന്നത് അടുപ്പത്താണ്. അപ്പോൾ വിറക് ഇപ്പം ഇനി എടുത്തുകൊണ്ടിരാക്കാൻ കജൂലല്ലോ എഴുതിയിട്ട് അങ്ങനെയാണ് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഇന്നലെ പെരും മഴ ആയതുകൊണ്ടാണ് നമ്മൾ വിറകൊന്നും എടുക്കാൻ. അങ്ങനെ പിന്നെ നമ്മൾ വിറകൊക്കെ കൊടുന്നു. പിന്നെ നമ്മൾ കടലാസും കത്തിച്ച് അതിമ ഓലക്കൂടിയൊക്കെ വെച്ചിക്കണ്. അതൊക്കെ വെച്ചിട്ട് കത്തിച്ചിക്കണം കേട്ടോ. ഇനി തിരിച്ച് നല്ലോണം ഒന്ന് കത്തി വരട്ടെ. ഇനി നമുക്ക് നമ്മളെ ചട്ടി ഉണ്ടല്ലോ അത് അടുപ്പത്താക്കണം. അപ്പോൾ പിന്നെ ഞാനൊരു ചിരട്ടയൊക്കെ ഇട്ടിച്ച് കൊടുന്നു കേട്ടോ. ചിരട്ടമ്മലൊക്കെ തിരിച്ച് പിടിച്ചാണ്ടല്ലോ പെട്ടെന്നാണ് കത്തി പിടിച്ചാണ്ട്. അങ്ങനെ ചട്ടിയൊക്കെ വെച്ചു. നമ്മൾ ഓയിലാണ് കേട്ടോ പാർന്ന് കൊടുക്കുന്നത് പൂരി ചുട്ടാൻ. അപ്പോൾ കുറച്ച് ദിവസം അയക്കണം കേട്ടോ. അപ്പോൾ പൂരി ചുട്ടിട്ട് അങ്ങനെ നമ്മൾ ഓയിലൊക്കെ പാർന്നിക്കണം. ഇനി ഓയിലൊക്കെ നല്ലോണം ഒന്ന് ചൂടാകട്ടെ. അപ്പം നമുക്ക് നമ്മളെ പൂരിൻ്റെ ഉരുളകളൊക്കെ ഞാൻ നമ്മളെ പ്രസ്സുമ്മ അമർത്തിയിട്ട് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. നമ്മൾ പലകമ്മലൊന്നും പരത്തണില്ല. പലകമ്മ പരത്തി കൊടുത്താൽ പപ്പടം പോലെ ആയിക്കാരം കേട്ടോ. പൊട്ടും ടിം പറഞ്ഞുകൊണ്ട് അങ്ങനെ പൊട്ടണ മാതിരി ആയിക്കാരം. പിന്നെ ഇതാവുമ്പോൾ സോഫ്റ്റ് ആയിക്കാരം. ഇതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പിന്നെ അത് പരത്തി കഴിഞ്ഞാൽ ഒന്ന് ചെറുതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ കജ്ജുകൊണ്ട് ഒന്നുകൂടി ഇങ്ങോട്ട് പരത്തി എടുത്തുക്കണം കേട്ടോ. ഇനി നമ്മളെ എണ്ണയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്തുക്കണം. അപ്പം ആദ്യം ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പം എണ്ണ കുറച്ച് ചൂടായാൽ കുറവാണ്. അപ്പം ഞാൻ ഒന്നും കൂടിയൊക്കെ ഒന്ന് ചൂടാകണം. അപ്പോൾ ഏതായാലും ഒന്ന് ഞാൻ ഇട്ടുകാണ്ട് അങ്ങനെ മറിച്ചിട്ട് കൊടുത്തേക്കണം കേട്ടോ. നമുക്ക് എണ്ണ ചൂടായി കാണ്ട് ഇട്ട് കൊടുത്തതും എണ്ണ ചൂടാകാതെ ഇട്ട് കൊടുക്കുന്നതും നമുക്ക് വേഗം മനസ്സിലാവും കേട്ടോ. അതങ്ങനെയാണ്. ഒരു പൊള്ളക്കലിനൊക്കെ തന്നെ ഒരു വ്യത്യാസം കാണാം. പക്ഷേ എണ്ണ ചൂടായിക്കാണ്ട് നമ്മൾ ആ ഇട്ടാണ്ടല്ലോ നല്ല ഒന്നായിട്ട് പൊന്തി വരുന്നതാണ്. ഇതാകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊള്ളച്ചിട്ട് അങ്ങനെ വരും കേട്ടോ. ഒരു ഈമാല്ലാത്ത മാരിയേകാരം, ഒരു സുഖമില്ലാത്തൊരു പൊള്ളക്കൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടല്ലേ ഈ പൂരിൻ്റെ ചീല ഉണ്ടല്ലേ. പിന്നെ നമുക്ക് രണ്ടാമത്തും പിന്നെ ഞാൻ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ഇട്ട് കൊടുത്തപ്പോൾ വലിയ ഒരു കുഴപ്പമൊന്നും കണ്ടില്ല. അങ്ങനെ നമ്മൾ പൂരിയൊക്കെ അങ്ങനെ എല്ലാതും ചുട്ടെടുത്തേക്കണം. അപ്പോൾ കണ്ടില്ലേ പൂരിയൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഓയിൽ ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റിയേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാ പൂരിയും ചുട്ടുകണം. ഇനി നമുക്ക് ചോറ്റിനുള്ള വെള്ളം വെക്കട്ടോ. തണിയും തീമട. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. നമ്മളാ ചട്ടി വാങ്ങിയേക്കാണ്. അപ്പോൾ ഒന്നുകൊണ്ട് പിടിച്ചപ്പോൾ ഒരു ഇതില്ല, അവിടെ മറിയോന്ന് കരുതി. കജ്ജുമ്മക്ക് പറഞ്ഞാൽ എണ്ണയല്ലേ, പിന്നെ നമുക്ക് പറയേണ്ടി വരില്ല കജ്ജൊക്കെ ഒന്ന് പൊള്ളി കിട്ടിയാലല്ലേ. അങ്ങനെ ചോറ്റിനുള്ള തണീനൊക്കെ തീമട്ടിക്കണേ. പൂരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ച് വന്നിക്കണുണ്ടല്ലേ, സൂപ്പറായി വന്നിക്കണല്ലേ. അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചു. പിന്നെ ഞാൻ മൂടി വെച്ചിക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കൂട്ടാൻ ഇതാക്കണേ. നമ്മൾ പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ നയിക്കല്ല കൂട്ടാനാണ് ഈ കേങ്ങുണ്ടല്ലോ കുത്തി ഉടച്ചിക്കാണ്ട് കരിയേപ്പും കടുകും പൊട്ടിച്ച അതാണ് ഇവിടെ തീർപ്പതി കേട്ടോ. മക്കൾക്കായാലും നമ്മളെ പുതിയാപ്പിളക്കാണെങ്കിലും ഞമ്മക്കാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതാണെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇറച്ചിക്കറിയോ കോഴിക്കറിയൊക്കെ വേണം, എന്നാൽ നല്ല തീർപ്പതിയാണ്. പിന്നെ ഞാനിതാക്കണ് കരിയേപ്പും കടുകും പൊട്ടിച്ചിക്കണം. പിന്നെ ഇഞ്ചിയൊക്കെ ഇടണം. അതിനൊന്നും ഞാൻ നിന്നിട്ടില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ടുണ്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലേറെ കുറച്ചുകൂടി രസം ഉണ്ടാവും. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ കൂടി പറഞ്ഞാൽ അതിലേറെ രസം ഉണ്ടാവും. അപ്പം നമ്മളൊക്കെ ഉണ്ടാക്കണതിനനുസരിച്ചാണ് കേട്ടോ രസം കൂടുക. ഞാൻ കുക്കറിൽ നിന്ന് ആ ചട്ടിക്കാണ് മാറ്റി കൊടുത്തേക്കണം കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ എന്താട്ടിന്നറിയാം
ചോറ്റിനുള്ള വെള്ളം ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിരിക്കണം കേട്ടോ. കാരണം ഇപ്പം നമ്മൾ ആ പൂരി പൊരിച്ച ഓയിൽ നല്ല ചൂടാണല്ലോ. അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ ഏതായാലും 4 പപ്പടം പൊരിച്ചണം. അപ്പം ഞാൻ എന്താട്ടി ആ പപ്പടം പൊരിച്ചാൽ ഇപ്പോൾ ഇതിലാണ് പൊരിച്ചെടുത്താൽ പിന്നെ നമ്മൾ പിന്നെ ആ എണ്ണ ചൂടാകോളം നിൽക്കണ്ടല്ലോ. ഇതിപ്പോൾ ഏതായാലും ചൂടായിക്കണം. അപ്പം ഞാൻ എന്താട്ടിന്നറിയോ, ഉച്ചക്കൊക്കെ ഏതായാലും പപ്പടം വേണമല്ലോ നമുക്ക്. അപ്പം ഞാൻ കുറച്ച് പപ്പടം കൂടി പൊരിച്ചെടുക്കാമെന്ന് കരുതി. പിന്നെ ആ എണ്ണ ചൂടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എണ്ണ വെച്ചിട്ട് അങ്ങനെ കാത്തിക്കണം. ഗ്യാസുമ്മലാണെങ്കിൽ ഗ്യാസ് അങ്ങനെ പോകും, തിരിച്ചാണെങ്കിൽ കത്തിച്ചാണെങ്കിൽ വിറക് അങ്ങനെ പോകും. അപ്പോൾ പിന്നെ ഇത് ചൂടായി കിടക്കണമല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഇട്ടെടുത്താൽ വേഗം ഉണ്ടാവുകയും ചെയ്തോളും. അങ്ങനെയാണ് നമ്മൾ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണേ ഇനി നമുക്ക് പപ്പടം പൊരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ചുറ്റും കൊടുക്കണ്ടല്ലോ, തണിയിൽ നിന്നിട്ട് നമുക്ക് അവിടെ തന്നെ വെക്കാം. അങ്ങനെ നമ്മൾ പപ്പടമൊക്കെ പോരി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി നിന്നാണ് കേട്ടോ. അതാ ചപ്പാത്തി അല്ല പൂരി നമ്മളെ കേങ്ങും കൂട്ടാനൊക്കെ കൂട്ടി നമ്മൾ ചായ കുടിച്ചാണ് കേട്ടോ. അപ്പം ഇനി ചായ കുടിച്ചിട്ടേ ബാക്കിയുള്ള കാര്യം. അപ്പോൾ മക്കളൊക്കെ മദ്രസക്ക് പോയിക്കണം കേട്ടോ. എല്ലാവരും മദ്രസക്ക് പോയി, മിന്നൂട്ടിയും സാനും മദ്രസക്ക് പോയിക്കണേ. പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ തോലൊക്കെ ചെത്തി വെച്ചിക്കണം കേട്ടോ. അപ്പം കുറച്ച് സാമ്പാറും വെക്കുക, കുറച്ച് അവിയലും വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കണത്. അല്ലാത്ത ചാറൊന്നും വെച്ചാൽ നമ്മളെ മക്കൾക്ക് മണ്ടി വരില്ല. സാമ്പാറാണ് ഈ ചെങ്കിണ്ടല്ലോ, ഐറ്റങ്ങൾക്ക് ചോറ് പള്ളറിയണേ അറിയില്ല, ഭയങ്കര തീർപ്പതിയാണ് കേട്ടോ സാമ്പാർ. അതേമാതിരി അവിയൽ, അല്ലാത്ത ഉപ്പേരൊക്കെ വെച്ചാൽ വലിയൊരു തീർപ്പതിയൊന്നും ഉണ്ടാവില്ല. ഇതാവുമ്പോൾ എത്രയാണെങ്കിലും ഒരു തിന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മളെ സാധനം കേട്ടോ ഇന്നിപ്പോൾ സാമ്പാർ വെക്കേണ്ടി ഇമ്മാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മദ്രസക്ക് പോയത്. അപ്പോൾ സാമ്പാറാണ് വെക്കണമെന്ന് ചോദിച്ചിക്കാണ്ട് ഇറങ്ങാണ്ടാണ് പോയിക്കണം കേട്ടോ. ഓന് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. അതാവുമ്പോൾ ഓന് ചോറ് കഴിച്ചു, അല്ലെങ്കിൽ ഓന് കഞ്ഞിയാണ് തീർപ്പതി കേട്ടോ. ഓന് പറ്റാത്ത ചാറോ കൂട്ടാനോ ഉണ്ടെങ്കിൽ ഓന് കഞ്ഞി മതി എന്ന് തന്നെ പറയും. അല്ലെങ്കിലോ പറ്റിയതാണെച്ചെങ്കിൽ ഓന് ചോറ് മതി അറിയട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ ഇടണുള്ളൂ, കാരണം കഷ്ണങ്ങളൊന്നും ഓല് തിന്നൂല. പിന്നെ നമ്മൾ വെറുതെ കുറേ കഷ്ണങ്ങൾ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കഷ്ണങ്ങൾ ഇടണുള്ളൂ കേട്ടോ. ഒരു മത്തൻ്റെ ഒരു കണ്ടം, പിന്നെ ഒരു കുമ്പളങ്ങൻ്റെ ഒരു കണ്ടം, അതേമാതിരി ചെരങ്ങുണ്ട്, പിന്നെ ഒരു വെള്ളരിക്കൻ്റെ ഒരു കഷ്ണം, അതൊക്കെ ഇടണം കേട്ടോ. പിന്നെ ബാക്കി നമുക്ക് അവിയൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കണത്. അങ്ങനെ പിന്നെ ഇതാക്കണം. പിന്നെ നമ്മൾ ഒരു കേങ്ങ് ഇട്ടിക്കണം കേട്ടോ. പിന്നെ ഒരു വല്ലുള്ളി ഇട്ടിക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒന്നും കണക്കും കാര്യമൊന്നും ഇപ്പോൾ ഞാൻ പറയണില്ല കേട്ടോ. അതൊക്കെ നമുക്കറിയാലോ എത്ര ഇടേണ്ടി എന്നുള്ളത്. പിന്നെ ഒരു തുള്ളി മല്ലിപ്പൊടിയെ ഞാൻ ഇടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തുകണ്. അപ്പോൾ അങ്ങനെ ഞാൻ പുളി ഇതാക്കണം. ഇനി പിഞ്ഞ് പാരാനാവില്ല എഴുതിക്കാണ്ട് ഇപ്പം തന്നെയാണ് പുളി പാർന്ന് കൊടുത്തുക്കണം കേട്ടോ. കുറച്ച് വെള്ളം പാർന്ന് പുളിയൊക്കെ പിഞ്ഞിട്ട് അതിൽക്കൂടെ പാർന്ന് കൊടുത്തുക്കണം. ഇനി നമുക്ക് ഒന്ന് ഉപ്പുണ്ടോക്കാം. എന്നിട്ട് പിന്നെ ഗ്യാസുമ്മൊക്കെ കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മളെ ഗ്യാസുമ്മ വെച്ച് കൊടുക്കാം കേട്ടോ. കുക്കറിൽ വെച്ചു. ഇനി അതവിടെ കടന്നുകാണ്ട് വേഗട്ടെ. അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ അവിയലുണ്ടല്ലോ, അവിയൽ വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അവിയലിനാണ് കുറേ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിരിക്കണത്. പക്ഷേങ്കിൽ അവിയലിനൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കടിച്ചാൻ കിട്ടണം വേണം. അതേമാതിരി പിന്നെ ക്യാരറ്റൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ ഞാനത് ഇടാൻ മറന്നു ഇയാളെ. പിന്നെ ബീട്രൂട്ട് ഉണ്ട്, പക്ഷേങ്കിൽ ബീട്രൂട്ടും തന്നെ ഇട്ടാൽ നമ്മൾ അവിയൽ ചോന്ത കളറേക്കാരം. അപ്പോൾ പിന്നെ അത് ഞാൻ ഒഴിവാക്കിയതാണ്. പക്ഷേ ക്യാരറ്റ് ഇടാൻ മറന്നു. പിന്നെ ചേനയൊക്കെ വേണമെന്നെങ്കിൽ നമ്മളെ അവിയലൊക്കെ രസമുള്ളൂ. ഇപ്പോൾ പറഞ്ഞിട്ട് ഇപ്പോൾ എത്തപ്പോൾ കാട്ടണത് ഇല്ലോണ്ടല്ലേ ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോൾ ചാറുണ്ടാക്കിയാൽ മക്കൾക്ക് ഏതായാലും വേണ്ടിയില്ല. പിന്നെ കുറച്ച് ബീൻസ് ഉണ്ടായിനി, അതും കൂടെ ഞാൻ അതിക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളങ്ങനെ അവിയലിനുള്ള സാധനങ്ങളും സാമ്പാർ അടുപ്പത്തായി ഒക്കെ ആയിക്കണം കേട്ടോ. ഇനി നമുക്ക് കേങ്ങും കൂടി അതേപോലെ പറ്റ കട്ടി കുറച്ചിട്ടല്ല കേട്ടോ ഞാൻ അരിയണത്. പറ്റ കട്ടി കുറച്ചാൽ അത് വേഗം ഓടി. അപ്പം ഉണ്ടല്ലോ ഞാൻ നമ്മളെ മണ്ണും ചട്ടിക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ മണ്ണും ചട്ടി ഉണ്ടാകുമ്പോൾ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഈ മണ്ണും ചട്ടി തന്നെ ഉണ്ടാക്കണത്. ഇച്ചറിയില്ല ഇപ്പോൾ ഈ മണ്ണും ചട്ടി ഇല്ലാഞ്ഞാൽ ഒരു ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ചിട്ടുണ്ടാൽ മതിയാ. എന്തൊരു സാധനം വെക്കുകയാണെങ്കിലും ഇപ്പം ഈ ചട്ടി വേണം. കാരണം വെച്ചാൽ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു ചട്ടിയാണിത്. നല്ല ഒരു പാകത്തൊരു ചട്ടി, നല്ല വിസ്താരവും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു ചട്ടി. അപ്പോൾ വെച്ചാൽ ഭയങ്കര തൃപ്തിയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മീൻ വെക്കുകയാണെങ്കിലും ഇറച്ചി വെക്കുകയാണെങ്കിലും ചാറൊക്കെ ആണെങ്കിലും അതേമാതിരി ഇങ്ങനത്തെ അവിയലൊക്കെ ആണെങ്കിലും ഒക്കത്തിനും അണച്ച് ഈ ചട്ടി. അങ്ങനെ ഞാൻ
അതിൽ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടു. പിന്നെ കുറച്ച് വെള്ളം കൂടി ഞാൻ ഊറ്റിച്ച് കൊടുത്തേക്കണം കേട്ടോ. അപ്പം നമ്മളെ ചോറ് വെന്തിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് ചോറുണ്ടല്ലോ ഊറ്റിയെടുക്കണം. നമ്മളെ അവിയൽ ഞാൻ അടുപ്പത്തേക്ക് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതവിടെ കടന്ന് വേകട്ടെ. അപ്പോഴത്തേന് നമുക്ക് നമ്മളെ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചോറ് ഊറ്റണം. പിന്നെ അവിയലിക്കില്ല തേങ്ങ പൊളിച്ചണം, ചിരണ്ടണം, ചതക്കണം. ഇതൊക്കെ പണിയുണ്ട്. ഇങ്ങനത്തെയൊക്കെ പണി ഉണ്ടാകുമ്പോൾ അതൊന്നും ഉണ്ടാക്കാതൊക്കെ നല്ലത്. മടിയുള്ള ദിവസം ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വല്ലാത്ത പിരാന്ത. കാരണം ഈ തേങ്ങ ചതക്കലും ഇതാക്കലൊക്കെ വേണമല്ലോ. പിന്നെ ഇപ്പോൾ എത്തപ്പോൾ കാട്ടണേ ഇതിങ്ങനെ വെച്ചിട്ടില്ലെങ്കിലോ ആർക്കും മാണ്ടിയും വരില്ല. ഉപ്പേരിയൊക്കെ ആക്കുക അല്ലെങ്കിൽ ചാറൊക്കെ വെച്ചെങ്കിൽ ഒറ്റ മക്കൾക്കും മാണ്ടി വരില്ല. അവിയലാണെങ്കിൽ പിന്നെയും തിന്നോളും. അത് എഴുതിക്കാണ്ട് അപ്പം ഇനി കുറച്ച് നമ്മൾ അയ്മക്ക് മെനക്കെട്ടാലും മാണ്ടില്ല എഴുതിക്കാണ്ട് അവിടെ ഉണ്ടാക്കണത്. പിന്നെ ഞാൻ വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വെണ്ടക്ക ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഞാനത് ചാറ് ഞാൻ അടുപ്പത്തേക്കാണ് വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ അയക്കാണ്ട് അരിഞ്ഞിട്ട് കൊടുത്തേക്കാണ്ട് മൂടി വെച്ചിക്കാണ്ട് ഒരു വിസിലും കൂടി അവിടെ അടുപ്പിച്ചാന്ന് കരുതിയിട്ടാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ആ വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ വെണ്ടക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുക്കർ മൂടിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇനി ഉണ്ടല്ലോ നമുക്ക് ഇനി ഒരു കോളിഫ്ലവറിൻ്റെ ഇതുണ്ടായിന്. അത് സനുട്ടൻ കണ്ടപ്പോത്തിന് ചോദിച്ചിരിക്കണം കേട്ടോ. നമ്മളെ സനുട്ടനും മിന്നുട്ടിയും പറയാൻ തുടങ്ങിയിരിക്കണം, ആ കോളിഫ്ലവർ പൊരിച്ച് തരുമോ, കോളിഫ്ലവർ പൊരിച്ച് തരുമോ. അപ്പോൾ അങ്ങനെ എന്നാൽ അത് പൊരിച്ചും ജഡ്ജാ എന്നൊക്കെ എത്തിക്കണത്. അങ്ങനെ അതൊക്കെ ഞാൻ അരിഞ്ഞ് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം നല്ല കേട്ടോ, കഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ തെളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിനായിട്ടൊരു വെള്ളം നമ്മൾ ഗ്യാസ് വെച്ച് കണ്ട് തിളപ്പിച്ചിട്ടുണ്ടല്ലോ, അതും ചൂടുവെള്ളം തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തിക്കണേ. പിന്നെ നമുക്ക് നോക്കുമ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഒന്ന് അടി പിടിച്ചിട്ടുണ്ടോ നോക്കണം. പക്ഷേ ഉണ്ടല്ലോ നല്ല വെള്ളം കൂടിയിരിക്കണമെന്ന് കേട്ടോ. അപ്പം ഇനി കുറച്ച് നല്ലോണം ഒന്ന് വറ്റും ചെഞ്ചട്ടെ. അപ്പോൾ ഇതിന് നമ്മളെ കഷ്ണങ്ങളൊക്കെ ഓടിയൊന്ന് പറിച്ചമ്പരാൻ തന്നെ അറിയുള്ളൂ. ഏതായാലും പിന്നെ ഒന്നും കൂടി ഉണ്ട് മൂടി ഞാൻ തുറന്ന് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഞങ്ങളെ തക്കാളി ഇട്ട് കൊടുക്കാൻ മറന്ന് നമ്മളെ സാമ്പാർക്ക്. അപ്പോൾ എന്താണെന്ന് പറയുക, തക്കാളി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ ചാറ് എന്താണ് ഒരു കുണസും ഇല്ലാത്ത മാതിരി കേട്ടോ, ഒരു രസം തന്നെ കിട്ടണില്ല. പിന്നെയാണ് ചോർമ്മയായത്, തക്കാളി ഇട്ടിട്ടില്ലല്ലോ. അതിന് ഞാൻ എന്താട്ടി ഇനിയിപ്പോൾ ആ തക്കാളിയും കൂടി ഇട്ടുകാണ്ട് ചാറ് അടുപ്പത്ത് വെച്ചാൽ കഷ്ണം ഒറ്റൊന്നും കിട്ടൂല. അതിൽ പിന്നെ ഞാനൊരു കഷ്ണങ്ങളൊക്കെ ഊറ്റി വെച്ചിക്കാണ്ട് തക്കാളി മാത്രമേ ഇട്ട് കണ്ടാണ്ട് വേവിച്ചാന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു തക്കാളി ആയിട്ട് എടുക്കണത്. അപ്പോൾ കുറേയൊന്നുമില്ല, നമ്മൾ പുളി പാർന്നിക്കണമല്ലോ. അപ്പോൾ പിന്നെ ഒരു തക്കാളി മതി കരുതി. ഇപ്പം എന്താ അറിയില്ല എണ്ണയാളെ ഒക്കെ ഒരു മറവിയാണ്. അല്ലെങ്കിൽ തക്കാളി ഇടാൻ മറക്കുക, ഒട്ടുമിക്ക ദിവസം ചാറ്റിൽ തക്കാളി ഇടാൻ മറക്കുകയാണ് ഇപ്പം. പിന്നെ രണ്ടാമത് പിന്നെയും കുക്കറൊക്കെ തുറന്ന് കണ്ടൊക്കെയാണ് ഇടുന്നത്. അതൊക്കെ പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കാണിച്ചു എന്നുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഉപ്പിടാൻ മറക്കുക ചാറ്റിൽ ഒക്കെ നാമച്ച് നോക്കുമ്പോഴേക്കാരം ഇട്ടിട്ടില്ല. പകുതി വന്നിട്ടൊക്കെ ഇക്കാരം ചിലപ്പോൾ ഉപ്പിടാത്തേക്ക് ഓർമ്മ. അപ്പോൾ പിന്നെ ഒരു മറവിയും കാര്യങ്ങളൊക്കെ ഒക്കെ ശരിയാവും. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളെ തേങ്ങയും പച്ചമുളകും അതേമാതിരി കരിയേപ്പിൻ്റെ ഒരു ഇട്ട് കൊടുത്തിന് കേട്ടോ. അതൊക്കെ പാടിട്ട് കാണും ചോപ്പറിലിട്ട് കാണാൻ കേട്ടോ ഞാൻ ഒന്ന് ചതച്ചെടുത്തിക്കണത്. പിന്നെ ഞാൻ കുറച്ച് തൈരും കൂടി പറഞ്ഞു കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ആ തൈരുണ്ടല്ലോ നല്ല പുളിയില്ല തൈര്, അതുകൊണ്ട് ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നാൾ കൊണ്ടുവച്ചാൽ അപ്പോൾ ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ എന്തിനൊക്കെ എടുക്കരുത്. അപ്പോൾ ഏതായാലും ഞാൻ നമ്മളെ തേങ്ങയൊക്കെ നല്ലോണം ഒന്ന് കൊട്ടിയെടുക്കണുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൊട്ടിയെടുക്കുക വെച്ചാൽ ഇതൊക്കെ അങ്ങോട്ട് വടിച്ചെടുക്കണുണ്ട് കേട്ടോ. ഇനി ഒക്കെ പാടെ കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കതൊന്നും കൂടി ഒന്ന് ചൂടായി വരണം. തേങ്ങട്ടതല്ലേ. എന്നിട്ട് പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണയും കൂടിയും പറഞ്ഞാൽ നമ്മളെ അവിയൽ സെറ്റായിട്ടോ. അപ്പോൾ ആക്കണേ, അങ്ങനെ ഇതാക്കണേ, അതൊക്കെ റെഡി ആയിക്കണേ. ഇനി അതവിടെ കിടന്നിട്ട് ഒന്നും കൂടി വേഗട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പുണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു തുള്ളി ഉപ്പിൻ്റെ കുറവുണ്ട്. പിന്നെ ഞാൻ തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ച് കൊടുക്കണുണ്ട് കേട്ടോ. അതോടുകൂടി നമ്മൾ അവിയൽ റെഡിയായി, സൂപ്പറായിട്ടോ. അപ്പോൾ ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണ്ട തന്നെയാണ് അവിയലൊക്കെയാണ്. ഇല്ലതുകൊണ്ട് ഓണം പോലെ പറഞ്ഞമാതിരി ഇല്ലതുകൊണ്ട് വെച്ചിട്ട് നമുക്ക് സാമ്പാറും ഉണ്ടാക്കാം, അവിയലുണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം. എല്ലാ കഷ്ണങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ചോറ് ഊറ്റിയതൊക്കെ വെള്ളം വറ്റിച്ചും പിന്നെ തക്കാളിയൊക്കെ വെന്തുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കൊക്കെ നല്ലോണം വെന്ത് തുടങ്ങിക്കണ്. ഒരു വിസിലടിച്ച് ഓഫാക്കാൻ മറന്നു. അങ്ങനെയൊക്കെ ഉണ്ട്, ഇപ്പോൾ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തപ്പോൾ കാട്ടണേ, കുഴപ്പമൊന്നുമില്ല എഴുതി. പിന്നെ ഇപ്പം എന്താ
ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉലുവട്ടു, കരിയേപ്പിട്ടു, 2 ചുവന്ന മുളകിട്ടു. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അയക്കാണ് കേട്ടോ ഞാൻ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടാണ് തിജ് ഞാൻ ഓഫാക്കിക്കണം കേട്ടോ. നമ്മൾ ഗ്യാസാണ്ട് ഓഫാക്കിക്കണം. ഞാൻ അങ്ങനെ ഇടലില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ചാറ്റ് കണ്ടിട്ടില്ലാണ്. നാളിപ്പോൾ ആരോ പറഞ്ഞെന്നാണ് കേട്ടോ ഇങ്ങനെ ഈ വെളിച്ചെണ്ണയ്ക്ക് കടുകർത്തി കണ്ടിട്ടാൽ മതി, അപ്പോൾ നല്ല രസമാണെന്ന് ഇപ്പോൾ ആരോ പറഞ്ഞൊരു ഓർമ്മ ഉണ്ടായിന്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കാട്ടൽ കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ അതിക്ക് പാർന്ന് കൊടുത്തിക്കണേ. ഇനി നമുക്കുണ്ടല്ലോ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ സാമ്പാർ നല്ല അടിപൊളിയായി സെറ്റ് സാമ്പാർ. എന്താ അതിൻ്റെ ഒരു മണം എന്നറിയോ, സൂപ്പർ സാമ്പാറായി. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഇതാക്കണം. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തുക്കണം കേട്ടോ. ഇത് പൊരിച്ചുമ്പോഴും തന്നെ നല്ലോണം എണ്ണ ചൂടാകണം, എന്നെങ്കിലേ ഒരു ചൊറുക്കുണ്ടാവുള്ളൂ നമ്മളത് പൊരിച്ചണേ. അപ്പോൾ ഞാനിതിക്ക് കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കളർ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കാണാൻ ചൊറുക്കേക്കാരം. അപ്പം അങ്ങനെ ഞാൻ നമ്മളെ കോളിഫ്ലവർ കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ മീനും കാര്യമൊന്നുമില്ല. അപ്പം ഇന്ന് ഇതാണ് ഇപ്പോൾ കൂട്ടാനൊക്കെ കേട്ടോ. നമ്മളെ കോളിഫ്ലവറും പൊരിച്ചു. അപ്പം നമുക്ക് ചോറായി, സാമ്പാറായി, പിന്നെ നല്ല അടിപൊളി സാമ്പാർ, പപ്പടം പൊരിച്ചു നമ്മൾ, പിന്നെ പപ്പടം പൊരിച്ചു, പിന്നെ നമ്മളെ കോളിഫ്ലവറും. അപ്പം ഇന്ന് ഇതൊക്കെയാണ്. പിന്നെ നമ്മളെ അവിയലും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുക്കണമെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കൂടിയാടില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.